അടുത്ത വർഷം മുതൽ നീറ്റ് പരീക്ഷയിൽ മാറ്റം. പരീക്ഷ പൂർണ്ണമായും ഓൺലൈനാക്കും. നടപടികൾ ആരംഭിച്ചതായി NTA. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയുടെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത്. നീറ്റ് UG പരീക്ഷകൾ പേപ്പർ അധിഷ്ഠിത രീതിയിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയുടെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത്. അടുത്ത വർഷം മുതൽ പരീക്ഷ ഓൺലൈനാകും. മെയ് 3 നടത്തിയ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച നടന്നതോടെയാണ് പരീക്ഷ ഓൺലൈനിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചത്. രാജസ്ഥാൻ സികാറിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ച ചോദ്യാവലി യഥാർത്ഥ ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾക്ക് സമാനമാണെന്നതാണ് സംശയമുയരാൻ കാരണം. നീറ്റ് പരീക്ഷയിലെ 720 ചോദ്യങ്ങളിൽ 600 എണ്ണമാണ് ചോദ്യാവലിയിലേതുമായി സാദൃശ്യമുള്ളതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് 2 ദിവസം മുൻപാണ് സികാറിൽ ചോദ്യാവലി പ്രചരിച്ചത്. 20,000 മുതൽ 2 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഇത് വിറ്റഴിച്ചത്. പരീക്ഷയ്ക്ക് മുൻപ് ഏകദേശം 30,000 ചോദ്യാവലികളാണ് വിറ്റുപോയത്. ഇതേസമയം രാജ്യത്താകമാനം നീറ്റ് പുനഃപരീക്ഷ വെള്ളിയാഴ്ച നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാനായി എത്തിയത്. രാവിലെ മുതൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. തെക്കുംഭാഗം അയ്യൻകോയിക്കൽ സ്കൂളിലും നീറ്റ് പരീക്ഷ നടന്നു. മികച്ച രീതിയിലാണ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞതെന്ന് വിദ്യാർത്ഥികളും പ്രതികരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെയായിരുന്നു കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. ഇപ്രാവശ്യം കുറച്ച് പാടായിട്ട് തോന്നി. ഫിസിക്സ് കുറച്ച് ടഫായിട്ട് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ പഠിച്ചായിരുന്നു. ഇപ്രാവശ്യം പിന്നെ അത്ര +2ൻ്റെ തുടർച്ചയായതുകൊണ്ട് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. ഇപ്രാവശ്യം കുറച്ച് ടഫായിരുന്നു എനിക്ക്. തെക്കുംഭാഗം പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.